സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദ്വാരകയില് ഭഗവാൻ സുദാമാവിനെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചതിന് ശേഷം ഭഗവാൻ ദ്വാരകയിൽ താമസിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ ആ സൗന്ദര്യോത്തരതോപി സുന്ദരതം ആയിരിക്കുന്ന ആ വപുസിനെ കണ്ടിട്ട് ആനന്ദത്തിൽ ആറാടിക്കൊണ്ടാണ് ദ്വാരകാവാസികളുടെ എല്ലാവരുടെയും മനസ്സ്. എപ്പോഴും ഭഗവാനെ കാണാനും ഭഗവാനോട് സംസാരിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ് അവര്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു സൂര്യഗ്രഹണം വരണു എന്ന് ജ്യോതിഷികള് പറയണു. ഇന്ന ദിവസമാണ് സൂര്യഗ്രഹണം. അത് മനസ്സിലാക്കിയപ്പോ ഭഗവാൻ നേരത്തെ തന്നെ മനസ്സിലായി. ഭഗവാൻ എല്ലാവരോടും പറയണു, ഇങ്ങനെ ഇന്ന ദിവസം സൂര്യഗ്രഹണം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് പോയിട്ട് തീർത്ഥസ്ഥാനം വളരെ വിശേഷപ്പെട്ടതാണ് ഗ്രഹണത്തിന്. നമ്മളൊക്കെ ഒന്ന് ഒരു 10-40 കൊല്ലം പിന്നിലേക്ക് പോട്ടെ. നമ്മളെ ഗ്രഹണ സമയത്ത് എന്താ പതിവ്? ഗ്രഹണം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മള് അമ്പലത്തിൽ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് ദാനം ധർമ്മങ്ങള് ചെയ്യാറുണ്ട്. പിടിച്ചു തുടങ്ങിയാല് ചന്ദ്രനെയാണെങ്കിലും ശരി സൂര്യനെ ആണെങ്കിലും ശരി ഗ്രഹണം തുടങ്ങിയാൽ അത് പുണ്യകാലാണ്. എന്നാൽ മോചനം തുടങ്ങിയാൽ വിട്ടു തുടങ്ങിയാൽ അശുദ്ധിയായി. പിന്നെ നമുക്ക് അത് ഗ്രഹണം കഴിച്ച് മോചനം മുഴുവൻ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടേ എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കഴിക്കാറുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കി വെക്കാറില്ല. കുളിച്ചു വന്ന് അപ്പം ഉണ്ടാക്കി കഴിക്കുകയൊക്കെയാണ് പതിവ്. അതുപോലെ ഒരു ഗ്രഹണം അങ്ങനെ നമ്മൾ ചെയ്യാറ്. ഭഗവാൻ എങ്ങനെയാണ് ആ ഗ്രഹണം അനുഷ്ഠിച്ചത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഭഗവാൻ പറഞ്ഞു, ഇങ്ങനൊരു ഗ്രഹണം വരണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി സമന്തപഞ്ചകം എന്ന് പറഞ്ഞ ഒരു തീർത്ഥസ്നാനമുണ്ട്, അങ്ങോട്ട് പോണം എന്ന് ഭഗവാൻ എല്ലാവരോടും പറയണു. അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാനുണ്ട്. എന്തിനാണ് നമ്മളൊക്കെ പോണത്? ഗ്രഹണത്തിന്റെ നമ്മുടെ നാളമയായിരിക്കും ചിലപ്പോൾ ഗ്രഹണം. അപ്പൊ ആ ഗ്രഹണത്തിന്റെ ആ ദോഷം തീർക്കാൻ വേണ്ടിയാ പോണത്. ഭഗവാൻ എന്ത് ദോഷമല്ലേ? ഭഗവാൻ അതൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താ ഭഗവാൻ ഇങ്ങനെ പോണത് എന്നാണെങ്കിൽ നമുക്കൊക്കെ വഴി പറഞ്ഞു തരികയാണ്. ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. യദ്യദാചരതി ശ്രേഷ്ഠ തദ്ദേവി ഇതരേ ജനാ സയൽ പ്രമാണം കുരുതേ ലോക തദനുവർത്തതേ. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാര് എന്താണോ ചെയ്യണത് അത് കണ്ടിട്ടാണ് മറ്റുള്ളവര് ചെയ്യുക. അപ്പൊ താൻ ഇത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഒരു ഗ്രഹണം വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ആ ഗ്രഹണത്തിന് പോവാൻ തീർച്ചയാക്കിയത്. സമന്തപഞ്ചകം എന്ന് പറഞ്ഞ് 5 തടാകങ്ങൾ, തീർത്ഥക്കുളങ്ങള് എന്ന് പറയട്ടെ, അവിടെ പോയി സ്നാനം ചെയ്യാനാണ് ഭഗവാന്റെ പരിപാടി. ഇതെങ്ങനെയാ ഈ തീർത്ഥം ഉണ്ടായത് എന്ന് പറയുകയാണെങ്കിൽ, പണ്ടെന്ന് പറഞ്ഞാൽ ഇത് മുമ്പിലത്തെ പരശുരാമനായിട്ട് അവതരിച്ച സമയത്ത് ക്ഷത്രിയന്മാരോടുള്ള ദേഷ്യം കൊണ്ട് 21 വട്ടം ക്ഷത്രിയരെ അദ്ദേഹം ആക്രമിച്ച് കൊന്നു. ഈ ഭാരതത്തിലെ മുഴുവൻ 21 വട്ടം സഞ്ചരിച്ച് ക്ഷത്രിയരുടെ ഉന്മൂലനാശം വരുത്തി. അവരുടെ രക്തം കൊണ്ടാണത്രേ ഈ സമന്തപഞ്ചകം എന്ന് പറഞ്ഞ ഈ തീർത്ഥം ഉണ്ടായത്. അന്ന് തീർത്ഥായിരുന്നില്ല. 5 കുളന്നോ തടാകമെന്നോ എന്തു വേണമെങ്കിൽ പറയാം. ഇത് കഴിഞ്ഞപ്പോ പരശുരാമന് ഒരു വിഷമം തോന്നി. ഞാൻ ഇത് ചെയ്തത് ശരിയായോ? കാരണം അദ്ദേഹത്തിന്റെ അച്ഛനെ കൊന്നു ഒരു രാജാവ് എന്നുള്ള ഒരു വിചാരിച്ചിട്ടാണ്, ഒരു ഉദ്ദേശം കൊണ്ടാണ് ചെയ്തത്. പക്ഷേ ഞാൻ ചെയ്തത് ശരിയായില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഇതിനൊരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ച് ഹൃജീക മഹർഷി എന്ന് പറഞ്ഞ മഹർഷി, പരശുരാമന്റെ തന്നെ സഹോദരിയുടെ ഭർത്താവാണ്, നല്ല തപശക്തിയുള്ള മഹർഷിയാണ്. അദ്ദേഹത്തിനെ സ്മരിച്ചു. അദ്ദേഹം വന്നു. എന്താ രാമ, എന്താ വേണ്ടേ ചോദിച്ചപ്പോ പറഞ്ഞു, ഇതെങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിനിപ്പോ എന്താ ഒരു പരിഹാരം? അപ്പ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇത് ഇപ്പോ രക്തം കൊണ്ടല്ലേ നിറഞ്ഞിരിക്കണേ, ഇത് നല്ല നിർമ്മലായിട്ടുള്ള തീർത്ഥം ആക്കി ഞാൻ ചെയ്യാം
ഇതിൽ വന്ന് സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യമാണ് എന്ന് എല്ലാവരെയും മനസ്സിലാക്കാം. അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഋഷിക മഹർഷി ആ 5 രക്തക്കുളത്തിന് പരിപൂർണ ശുദ്ധമായിട്ടുള്ള പരിപൂർണ ജലം ശുദ്ധജലമാക്കി തീർത്തു എന്നാണ് പറയണത്. അത് പിന്നെ എല്ലാവർക്കും തീർത്ഥാടനം അങ്ങോട്ട് പലരും അത് പിന്നെ അവിടെ പോയി കുളിക്കാനും അവിടെ താമസിക്കാനും ഒക്കെ പോയി തുടങ്ങി. ഭഗവാൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പോയി ആ ഗ്രഹണ സമയത്ത് കുളിക്കാനും ബ്രാഹ്മണർക്ക് ദാനങ്ങൾ ചെയ്യാനും അതിനൊക്കെ സൗകര്യം അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെടുന്നു. അപ്പൊ ഭഗവാൻ ആചരിച്ച് കാണിച്ചാലേ മറ്റുള്ളവരും ആചരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പുറപ്പെട്ടെ. ഭഗവാൻ ഇപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പുണ്യം കിട്ടാനോ അല്ലെങ്കിൽ വല്ല പാപം നശിക്കാനോ ഒന്നും ഉണ്ടായിട്ടല്ല. അത് മാത്രല്ല, ഇതൊരു യാഗഭൂമിയാണത്രേ. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പുണ്യതീർത്ഥം കൊണ്ട് നിറച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ വച്ച് പല യാഗങ്ങളും പരശുരാമൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടി? അതും ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. താൻ ചില പാപങ്ങൾ ചെയ്തു, അതില്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള മറ്റില് അവിടെ വെച്ച് കുറെ യാഗങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ യാഗഭൂമി എപ്പോഴും പരിശുദ്ധിയുള്ളതാണ്. അവിടെ വെച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഇരട്ടി ഫലമാണ് കിട്ടുക. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒരു കാര്യം ഭഗവാൻ അങ്ങോട്ട് പോവാനായിട്ട് എല്ലാവരും കൂടി പുറപ്പെടുന്നു. എല്ലാവരും ഉണ്ട്, ഭഗവാന്റെ ഭാര്യമാരുണ്ട്, ദ്വാരകയിലത്തെ എല്ലാ ആൾക്കാരും ഉണ്ട്. അതിൽ 2 പേരെ ദ്വാരക രക്ഷിക്കാനായിട്ട് അവിടെ ആക്കി. ആരേക്കാണ്? അനിരുദ്ധൻ, കൃതവർമ്മ കാമസൂനു എന്നാ പറഞ്ഞേക്കണേ ഭാഗവത്തില്. കൃതവർമാവും കാമസൂനും. കൃതവർമാവിനെ പ്രദ്യുമ്നെ ആണ് ദ്വാരക രക്ഷിക്കാൻ വേണ്ടി ആക്കിയത്. ബാക്കി എല്ലാവരും പുറപ്പെട്ടിട്ടുണ്ട്. അവര് സ്വർണരഥങ്ങള്, കുതിരകൾക്കാണെങ്കിൽ അതിവേഗം, ഇപ്പോഴത്തെ പ്ലെയിൻ എന്നൊക്കെ പറയട്ടെ, അത്രയും ശക്തിയിൽ പോണ സ്പീഡിൽ പോണ കുതിരകളാണ്. സ്വർണ്ണ രഥങ്ങള്, അങ്ങനെ കുറെ രഥങ്ങള്, പല്ലക്കുകള്, കുതിരവണ്ടികള്, ഇങ്ങനെ ഈ ഇവിടത്തെ ഭഗവാന്റെ ആൾക്കാർക്ക് എല്ലാവർക്കും, ഭാര്യമാർക്കും മക്കൾക്കും എല്ലാവർക്കും സഞ്ചരിക്കാനായിട്ടുള്ള വാഹനങ്ങള് ഉണ്ട്. അതിൽ കയറി ഇവരെല്ലാവരും കൂടി അവിടേക്ക് എത്തണം. അവിടെ എത്തി ഭഗവാൻ ഒരു 6 ദിവസം 7 ദിവസം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ താമസിക്കണം എന്ന്. ഇത് വളരെ പ്രത്യേകമുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ തീർത്ഥാടനം എങ്ങനെയാ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10 ദിവസം ഇവിടെ ഇപ്പോ ട്രാവൽസുകാരാണ് തീർത്ഥാടനം നടത്തുന്ന ആൾക്കാര്. അവര് നേരത്തെ തന്നെ പരിപാടി എഴുതിയിടും. ഇന്ന ദിവസം പുറപ്പെടുന്നു, ഇന്ന ദിവസം തിരിച്ചെത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പരിപാടികള്. അവരുടെ പരിപാടികൾ വളരെ ചുരുക്ക സമയത്തില് ഈ സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് വരണം. അതാണ് നമുക്കും അതിനെ ഉദ്ദേശം, ഇപ്പോഴത്തെ ആൾക്കാർക്കും അതിനെ ഉദ്ദേശം. ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഏറ്റവും അധികം സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതുപോലെ തന്നെയാണ് അവരും ചെയ്യുന്നത്. അത് വയ്യാന്നാണ് പറയുന്നത്. തീർത്ഥയാത്ര എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് പോയാല് നമുക്ക് ആ സ്ഥലം പിടിച്ചു വെച്ചാല് അവിടെ താമസിക്കണം. ഇപ്പൊ കാശിയിലെത്തിച്ചാല് കാശിയില് അവിടെ താമസിക്കണം. അപ്പോഴേ നമുക്ക് ആ കാശിയിലുള്ള ഭക്തന്മാരെ പരിചയമാവാനും, മഹായോഗികളായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും, അറിയില്ല. ഒരു ഓർത്തുകൊണ്ടൊക്കെ ചുറ്റിട്ടൊക്കെ ഇരിക്കണേ, നല്ല തണുപ്പത്ത് തന്നെ പുതയ്ക്കാണ്ടൊക്കെ ഇരിക്കണവരുണ്ട് അത്രേ, ഇങ്ങനെ കേട്ടിട്ടുണ്ട് കാശിയിലൊക്കെ. അപ്പൊ അതൊക്കെ മഹാത്മാക്കളാണ്. അവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഭാഗ്യം സിദ്ധിച്ച നമുക്ക് പിന്നെ ആ ജീവിതത്തിൽ വേറെ ഒന്നും സിദ്ധിക്കാനില്ല. ചിലപ്പോൾ ഒരു മന്ത്രം പറഞ്ഞു തരും, എന്തെങ്കിലും മന്ത്രം. അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ദിവസം കൊണ്ടൊന്നും കിട്ടില്ല. ഇത്ര അധികം ആൾക്കാർ ഒന്നിച്ചു പോയാലും കിട്ടില്ല. അപ്പൊ തന്നെ പോണം. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയായിരുന്നു. ഞാൻ പോവുക എന്നിട്ട് കാശിക്ക്, കണ്ടാ കണ്ടു ഇനി അങ്ങനെ പറഞ്ഞാ പോവുക. അങ്ങനെ ആണ് തീർത്ഥയാത്ര പോണ്ടത്. അപ്പോഴേ ഈ മഹാത്മാക്കളെ കാണാനും അവരുടെ കയ്യിൽ നിന്ന് മന്ത്രദീക്ഷ കിട്ടാനൊക്കെ ശരിക്ക് ഈ സമയം കിട്ടുകയുള്ളൂ. ഭഗവാൻ തീർച്ചയാക്കി ഞാൻ പോയാൽ ഉടനെ മടങ്ങണില്ല, 5-6 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങുള്ളൂ എന്ന് തീർച്ചയാക്കി തന്നെയാണ് ഭഗവാൻ ഇവിടുന്ന് ഭാര്യമാരും കുട്ടികളും എല്ലാവരും കൂടി പുറപ്പെട്ട്. അത് കഴിഞ്ഞ് അവിടെ എത്തി എന്നാണ് ഈ സൂര്യഗ്രഹണം എന്ന് വെച്ചാല് ആ ദിവസം ഭഗവാൻ നേരത്തെ തന്നെ സൂര്യഗ്രഹണം തുടങ്ങുമ്പോ തന്നെ സ്നാനം ചെയ്തു. ബ്രാഹ്മണർക്ക് ഇഷ്ടം പോലെ ദാനങ്ങൾ ചെയ്തു. ഇവർ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാ ദാനം ചെയ്തത്? ഭഗവാൻ പട്ടുവസ്ത്രങ്ങള്, രത്നമാലകള് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. സ്വർണം കൊണ്ടുള്ള സ്വർണം കെട്ടിയ മാലകള്, സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല,
അങ്ങനത്തെ പല സാധനങ്ങളും ഓരോരുത്തർക്ക് നോക്കി 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 ഭഗവാൻ കൊടുത്തു എന്നാണ് പറയണത്. ഇഷ്ടം പോലെ കൊടുക്കണം, പിശുക്കി പിശുക്കി കൊടുത്താൽ പോരാ. നമ്മുടെ ദാനമൊക്കെ ഉണ്ട്, ഞാൻ ആരെയും പരാമർശിക്കുകയല്ല. നമ്മൾ പറയും പശുദാനം കൊടുക്കുക, ഞാൻ ഇന്ന് 10 പശുദാനം കൊടുത്തു കേട്ടോ. എന്താ നമ്മൾ ചെയ്യുക? ഒരു 2 തോട്ടുകൊണ്ട് മേടിക്കും, ഇത്ര ഉണ്ടാവുള്ളൂ ഒരു തോട്ടുകൊണ്ടിന് നീളം. അങ്ങനത്തെ 2 തോട്ടുകൊണ്ട് മേടിക്കും. തോട്ടുകൊണ്ട് മേടിച്ചിട്ട് ഒരു കൂടിയത് 5 റുപ്യ വെച്ചിട്ട് ദേ പശുദാനായി ഇങ്ങനെ ചെയ്താൽ പോരാ, ഇങ്ങനെയെല്ലാം ദാനം ചെയ്യേണ്ടത്. അവർക്ക് മനസ്സിന് തൃപ്തി വരണം, സന്തോഷം വരണം, അങ്ങനെ ദാനം ചെയ്യണം. അതുപോലെയാണ് ഭഗവാൻ കാണിച്ചു തരികയാണ് നമുക്ക്. വളരെ വിലപ്പെട്ട സാധനങ്ങളാണ് ഭഗവാൻ ദാനം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു പോകും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവര് ഈ യാദവന്മാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ചോട്ടിലൊക്കെ ബ്രാഹ്മണരെല്ലാരും കൂടി യാദവന്മാരെല്ലാരും കൂടി കുറേശ്ശെ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പോ ഭഗവാൻ വെറുതെ ആ സമയത്ത് ഒന്നിങ്ങനെ എണീറ്റു. അവിടെ എല്ലാവരോടും വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ ഒന്ന് എണീറ്റ് ഭഗവാൻ അവിടെ ഇങ്ങനെ നോക്കിയപ്പോ ഒരു 1/2 മിനിറ്റ് ഭഗവാന്റെ മുഖം ഒന്ന് വാടിയോ എന്നൊരു സംശയമുണ്ട്. അധികം നേരമൊന്നുമില്ല. ബലരാമസ്വാമി ഇത് കണ്ടു. ബലരാമസ്വാമിക്ക് മനസ്സിലാവും ഭഗവാന്റെ ആ മുഖത്ത് നോക്കിയാ എന്താണ് എന്നുള്ളത്. ഏട്ടന് മാത്രമേ, ബലരാമസ്വാമിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്താ കൃഷ്ണൻ ഒരു ആപ്പാടെ മുഖത്ത് നോക്കിയാൽ ഒരു വാട്ടം. എന്താ ഭഗവാന്റെ മുഖം മാറാൻ കാരണം എന്നാണെങ്കിൽ ഈ സമന്തപഞ്ചകം തന്നെയാണ് ഇനി കുരുക്ഷേത്രമായിട്ട് മാറാൻ പോണത്. ഇവിടെയാണ് പാണ്ഡവന്മാരും കൗരവന്മാരും കൂടിയുള്ള ഭയങ്കര യുദ്ധം നടക്കാൻ പോണത്. ഇവിടെ ഇതിനു മുമ്പില് പരശുരാമനാണ് ഈ ക്ഷത്രിയരുടെ രക്തം കൊണ്ട് ഈ 5 തടാകം ഉണ്ടാക്കി. ഇനി വരാൻ പോണത് ഈ മഹാഭാരത യുദ്ധത്തിൽ വെച്ചിട്ട് അർജുനാണ് ഇവിടെ ഈ മണ്ണ് മുഴുവൻ, ഈ തടാകത്തിന്റെ സമീപത്തുള്ള മണ്ണ് മുഴുവൻ രക്തത്തിൽ കുളിർത്താൻ ഉള്ള ആക്കും അർജുനൻ. അത് ഒരു വിചാരം പോയി അത്രേ ഭഗവാന് മനസ്സില്. അപ്പൊ പെട്ടെന്ന് ഒരു നിമിഷം ബലരാമസ്വാമിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. അങ്ങനെയൊക്കെ വേണ്ടി വരുമല്ലോ ഇനി ഭാവിയില് എന്നൊരു വിചാരം പോയി എന്ന് പറയുന്നു. അത് കഴിഞ്ഞപ്പോ എല്ലാരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ കുന്തിദേവി വന്നിട്ടുണ്ട്, കുന്തിദേവിയുടെ മക്കൾ വന്നിട്ടുണ്ട്, ദുര്യോധനാദികൾ വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. ഗാന്ധാരി ഉണ്ട്, ധൃതരാഷ്ട്രനുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോ കുന്തിദേവി വന്നിട്ടുണ്ട്, മക്കളും വന്നിട്ടുണ്ട്. കുന്തിദേവി അവിടെ വെച്ചിട്ട് തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന വസുദേവരെ കാണുകയാണ്. വസുദേവരെ കണ്ടിട്ട് പറയാണ്, കുന്തിദേവിയുടെ ഒരു വിഷമം പറയാണ്. കുന്തിദേവി പറയാണ്, ഞാനാണ് ഈ ലോകത്തില് ഏറ്റവും പാപം ചെയ്ത സ്ത്രീ എന്ന് എനിക്ക് തോന്നുന്നു. എന്താ അതിന് കാരണം എന്ന് വെച്ചാല് എനിക്ക് എത്രയോ ആപത്തുകളാ വന്നേക്കണേ. ആ സമയത്തൊന്നും വസുദേവരോടാ പറയണേ, ഏട്ടനാണ് വസുദേവര്. ആ സമയത്തൊന്നും നിങ്ങള് എന്നെ സ്മരിക്കേണ്ടായില്ല. ഒരു സ്ത്രീക്ക് ഇതിൽ പരം സങ്കടം വരാൻ പിന്നെ എന്താ കാര്യമുള്ളത്? ആപത്ത് സമയത്ത് ആരും എന്നെ എന്നെ സ്മരിക്കേണ്ടായില്ല. പിന്നെ ഞാൻ തന്നെ, എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ ഒപ്പം എനിക്ക് ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു മാതിരി, അവര് മരിച്ചു. പിന്നെ 5 കുട്ടികള്, ചെറിയ കുട്ടികള്. ഈ കുട്ടികളെ ഞാൻ തന്നെയാണ് വളർത്തിക്കൊണ്ടു വന്നത്. എന്നാൽ സുഖാണോ രാജധാനിയില്? അല്ല. പല വിധത്തിലുള്ള ധൃതരാഷ്ട്രരുടെ മക്കളുടെയും പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ട് ഞാൻ അവരെ വളർത്തിക്കൊണ്ടു വന്നു. അന്നൊന്നും എന്നോട് എന്തെങ്കിലും ഒരു വാക്ക് ചോദിക്കാൻ നിങ്ങൾ ആരും ഉണ്ടായില്ലല്ലോ, സഹോദരന്മാരാരും ഉണ്ടായില്ലല്ലോ എന്ന് വസുദേവരുടെ അടുത്ത് കുന്തിദേവിയുടെ ആ ഒരു വിഷമം, പരിഭവമായിട്ട് വസുദേവരോട് പറയുന്നു. അപ്പൊ വസുദേവര് പറഞ്ഞു, എന്താ കുന്തി ഇങ്ങനെയൊക്കെ പറയണേ? ഞങ്ങളുടെ കഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഞങ്ങള് കുന്തിയുടെ അച്ഛൻ, നമ്മുടെ അച്ഛൻ കുന്തിയെ നേരത്തെ തന്നെ കുന്തിഭോജൻ എന്ന് പറഞ്ഞ രാജാവിന് കുട്ടിക്കാലത്ത് തന്നെ കൊടുത്തു അത്രേ. അദ്ദേഹം ആവശ്യപ്പെട്ട കുന്തിയെ കൊടുത്തു. കുന്തിക്ക് പിന്നെ കുന്തിദേവിക്ക് ഒരു ഉപദ്രവവും കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കഥ ഇങ്ങനെയാ. ഞങ്ങള് അവിടെ ഈ മധുരയെ താമസിച്ചുകൊണ്ട് കംസന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ട് യാദവന്മാരെല്ലാവരും പഴയ ദിക്കിലേക്കും ഓടിപ്പോയി ഒളിച്ചു താമസിക്കുകയായിരുന്നു. എനിക്ക് എന്റെ കുട്ടികളെ കാണാൻ തന്നെ പറ്റിയിട്ടില്ല. എന്തോ ഭാഗ്യം കൊണ്ട് എന്റെ സുഹൃത്തായിട്ടുള്ള നന്ദഗോപരാണ് പിന്നെ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നത്.
ആലോചിച്ച് നോക്കൂ. പ്രസവിച്ച ഉടനെ കുട്ടിയെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നു നന്ദഗോപാലിന്റെ ഗൃഹത്തില്. അപ്പൊ ഞാൻ എത്ര കഷ്ടം സഹിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോടാണോ കുന്തിദേവി ഇതൊക്കെ പറയണത്? ചെണ്ട പോയി മന്ത്രത്തിനോട് പറയണമെന്നില്ലേ, അതുപോലെയാണ് എന്നിട്ട് പറഞ്ഞു വാസുദേവരെ. അങ്ങനെ കുന്തിദേവി, അപ്പൊ കുന്തിദേവിക്ക് കുറച്ചൊരു സമാധാനമായി. പറഞ്ഞ ശരിയല്ലേ, എത്ര നാളെ ബുദ്ധിമുട്ടിയേക്കണു. 12 വയസ്സായിട്ടാണ് പിന്നെ കുട്ടികളെ കാണാൻ പറ്റിയേക്കണത്. അതുവരെ ബുദ്ധിമുട്ടിയൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ഇവര് തമ്മില് അന്യോന്യം സംസാരിക്കണു. സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണു.